Hey all, welcome back to pre and post market analysis. In the market, just like ഒരു 2 months ഇത്രയും കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു 1 month പ്ലസ് ആയിട്ട് നമ്മൾ ഇത്രയും കൺസോൾട്ടേഷൻ കണ്ടിട്ടില്ലായിരുന്നു. ഫുൾ ടൈം കൺസോൾട്ടേഷൻ ആയിരുന്നു. എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ചാർട്സിലൂടെ കാണാവുന്നതാണ്. പോസ്റ്റ് മാർക്കറ്റ് സെഷൻ പല കൺവിഷൻസും നമ്മൾ നോക്കി ഇവിടെ എങ്ങനെങ്കിലും ലൈക്ക് മാർക്കറ്റ് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുമെന്ന് മനസ്സിലാക്കാനായിട്ട് കുറെ അധികം മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു. പല സ്ട്രാറ്റജീസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി. അൾട്ടിമേറ്റ്ലി പ്രൈസ് ആക്ഷൻ തന്നെയാണ് എല്ലായിടത്തും നിന്നത്. ഇതൊരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ റേഞ്ച് ആണ്. ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്യുകയാണ്. വേവ് സ്ട്രക്ചർ ഒക്കെ വരച്ച് നോക്കിയതാണ്. ഇതുണ്ടോ ഫസ്റ്റ് ക്യാൻഡിലാണ്. ആ ഒരു സോണിൽ തന്നെയാണ് കളിച്ചത്. ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഡു ഇറ്റ്, നമ്മളൊരു ഹ്യൂജ് റാലി ക്യാച്ച് ചെയ്യാൻ പോവുകയാണെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഒരു ഹ്യൂജ് റാലി തന്നെ ക്യാച്ച് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടം വരെ നമുക്ക് ടാർഗറ്റ് റേഞ്ച് ഉണ്ട്. ബട്ട് ഇതൊന്നും നടന്നിട്ടില്ലായിരുന്നു. സോ ഇത് നിഫ്റ്റി, ഇത് നിഫ്റ്റി ബാങ്കിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നിഫ്റ്റി ബാങ്ക് മാത്രമല്ല, നിഫ്റ്റിയിലും സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി, ബട്ട് നടന്നില്ല, ഒന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു. മാർക്കറ്റ് നേരെ കൺസോൾട്ടേറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ ബൈ ഇതുണ്ടോ ഫസ്റ്റ് ക്യാൻഡിലിന്റെ റേഞ്ചിൽ തന്നെ കടന്ന് കളിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് ഡൗൺ തന്നു, ബട്ട് അത് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു റിവേഴ്സൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ആണെങ്കിൽ നമ്മൾ ഇപ്പോഴൊന്നും നമ്മൾ കൺഫേം ചെയ്യില്ല. എപ്പോഴാണോ 19,800 ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ ബുള്ളിഷ് ആകുന്നത്. അതുവരെ നമ്മൾ ബെയറിഷ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ബുള്ളിഷ് വ്യൂയിലോട്ട് പോകുന്നില്ല. ഇതൊരു നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വേണ്ട ആ ഒരു ഹൈ, ആ ഒരു ചെറിയൊരു മൊമെന്റം വേണ്ട എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ നാളെ നമുക്ക് നല്ലൊരു ഫോള് കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം, അല്ലെ? ഫിൻനിഫ്റ്റിയിൽ സെയിം ആയിരുന്നു. ഫിൻനിഫ്റ്റി ജസ്റ്റ് ലൈക്ക് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചു. എക്സ്പയറി ഡേ ആയിരുന്നു ഇന്ന് ഫിന്നിന്റെ, ബട്ട് എന്നാൽ അതൊന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു. മാക്സിമം ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കി. ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ റേഞ്ചിൽ തന്നെ നിൽക്കുകയായിരുന്നു, അല്ലെ? ഫസ്റ്റ് ക്യാൻഡിൽ ഇതായിരുന്നു. ഫസ്റ്റ് ക്യാൻഡിലിന്റെ റേഞ്ചിൽ തന്നെ കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിലിന്റെ സോണിൽ തന്നെ കടന്ന് കളിക്കുകയായിരുന്നു ഇന്ന് മാർക്കറ്റ് മൊത്തത്തില്. ദാറ്റ് വാസ് ഗുഡ്, സൂപ്പർ, അല്ലേ? സോ ഇതായിരുന്നു നമുക്ക് മാർക്കറ്റ്. ഇന്ന് ഇങ്ങനെയായിരുന്നു മാർക്കറ്റ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ലൈക്ക് ഓപ്ഷൻ ബയേഴ്സിന് പറ്റിയൊരു മാർക്കറ്റ് അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇന്ന് ജസ്റ്റ് ഫോർ സെല്ലേഴ്സ് ആയിരുന്നു. സോ ബൈ ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ ലോസ് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലോട്ടൊന്ന് പോയി നോക്കാം, എങ്ങനെയായിരുന്നു ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത്. ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു ഈ ഒരു പുഷ് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്തു. അതാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ ഒരു ടോട്ടൽ പിക്ചർ നോക്കിക്കേ. നമ്മൾ ലോവർ ലോ ലോവർ ഹൈ എന്ന രീതിയിൽ മാർക്കറ്റ് ഫോളോ ആയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ. സെയിം ലെവലിൽ തന്നെ കൺസിഡർ ചെയ്യുന്നു. ഇതൊരു ലോവർ ലോയും ഇതൊരു ലോവർ ഹൈ. സോ ഇനി നമുക്ക് മാർക്കറ്റ് താഴത്തേക്ക് വരാനായിട്ട് ഒരു പ്രോബിലിറ്റി ഇല്ലേ? ഇവിടുന്ന് നേരെ താഴത്തേക്ക് വരാമല്ലോ. മാർക്കറ്റ് ഓപ്പൺ ആകട്ടെ. ഇന്ന് സമയം ഓൾമോസ്റ്റ് 5 PM ആയിട്ടുള്ള. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്കറിയാം മാർക്കറ്റ് എങ്ങനെയായിരിക്കും പുഷ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നമുക്ക് നോക്കാം ഇത് താഴത്തേക്കുള്ളതാണോ അതോ മുകളിലേക്ക് പോകും എന്നുള്ളത്. അതായത് ഡൗ ജോൺസിനെ റെപ്രസെന്റ് ചെയ്യുക, ഡൗ ജോൺസിനെ നമുക്ക് തീർച്ചയായിട്ടും കമ്പയർ ചെയ്യാവുന്ന ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡീസസ് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് ഗ്ലോബൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഇന്ത്യ മാർക്കറ്റിനെ ആ ഒരു പുഷ് തന്നു. ബട്ട് എന്നാൽ ബേയേഴ്സ് ഫൈറ്റ് ചെയ്തു. ഇന്ന് വല്ലാത്തൊരു ഫൈറ്റ് തന്നെയായിരുന്നു ബുൾസും ബേയേഴ്സും നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. ഗുഡ്. സോ നമുക്ക് ഏറ്റവും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സെഷൻ ഉണ്ട്. പോസ്റ്റ് മാർക്കറ്റും അതുപോലെ തന്നെ ആവശ്യമുള്ളതാണ്. ഡെയിലി നമ്മൾ ചെയ്യുന്ന ട്രേഡ്സിനെ അനലൈസ് ചെയ്യുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ടു പ്രീ മാർക്കറ്റ് അനാലിസിസ്. So here we go with our pre-market analysis. നിഫ്റ്റിയുടെ ചാർട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെയറിഷ് വ്യൂ തന്നെയാണ് നമുക്കുള്ളത്. നമുക്ക് വേറൊരു ബുള്ളിഷ് വ്യൂ ആയിട്ട് ഇല്ല. സോ ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ഫൈൻ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഇതൊരു മൈനർ ടാർഗറ്റ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ. 19,600 നല്ലൊരു സപ്പോർട്ടാണ്. ഇത് ഇവിടം വരെ നമുക്ക് എന്തായാലും വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് താനും. ദെൻ
നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിട്ടുള്ള 90,500 കൊണ്ട് നമുക്ക് താഴത്തേക്ക്. സോ ഇതൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ ഓണർ ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നേരെ നമുക്ക് 90,500 വരെ വെയിറ്റ് ചെയ്യുകയും അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് ക്യാച്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇത്രയും കൺസോൾട്ടേഷൻ തന്നുകൊണ്ട് മൈറ്റ് ബി എന്നാണ് ഞാൻ പറയുന്നത്, കൺഫേം ആയിട്ടല്ല, കൺഫർമേഷൻ അല്ല, റൈറ്റ്, മൈറ്റ് ബി, പ്രോബബിലിറ്റി ഉണ്ട് മാർക്കറ്റ് നാളെ നല്ലൊരു മൂവ്മെന്റ് തരാനായിട്ടുള്ളതിൽ. നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറിംഗ് കൂടെയാണ് നാളെ. സോ മൈറ്റ് ബി ഹീറോ നോക്കി നിൽക്കുന്നവർക്ക് നാളെ നല്ലൊരു ദിവസമായിരിക്കാം, റൈറ്റ്. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയിലെ വ്യൂ. ബുള്ളിഷ് സൈഡിലോട്ട് നമ്മൾ നോക്കുന്നില്ല. 90,800 മുകളിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ബുള്ളിഷ് വ്യൂ എടുക്കുക. അതുവരെ നമ്മൾ ഇങ്ങനെ കൺസോൾട്ട് വി ആർ ബെയറിഷ്. ഫൈൻ, ഗുഡ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മളുടെ നിഫ്റ്റിയുടെ വ്യൂ. Then what about നിഫ്റ്റി ബാങ്ക്? നിഫ്റ്റി ബാങ്ക് സെയിം കൺഫർമേഷൻ നമുക്ക് കീപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കുകയും ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് കളയാം. ദെൻ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യുകയും നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിട്ട് 43,881 കീപ്പ് ചെയ്യാം. അത്രയും വലിയൊരു ഫോൾ വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വരാം. ഫൈൻ. ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ ചിലപ്പോൾ ഇച്ചിരി നേരം കിടന്ന് കളിക്കുകയും ചെയ്യാവുന്നതാണ്. പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം. എങ്ങനെയാണ്? ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എപ്പോഴാണോ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തത് അപ്പോൾ എൻട്രി. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ എപ്പോഴാണോ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തത് അപ്പോൾ എൻട്രി. ഗ്യാപ്പ് അപ്പിന്റെ കാര്യമാണ് ഇവിടെ. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ അതിന്റെ ഫസ്റ്റ് ക്യാൻഡലിന്റെ ബേസിസിൽ നമുക്ക് എൻട്രി എടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ, ദെൻ താഴത്തേക്കുള്ള റാലി വരാം, വരാതിരിക്കാം. നമ്മൾ സ്മൂത്ത് ആയിട്ട് ക്യാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1% റിസ്ക് വെച്ചിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കുകയും എപ്പം ഈ ഒരു സെർട്ടൻ ലെവൽ 44,428 ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അനദർ 1% കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. സോ ടോട്ടൽ ഓഫ് 2% നമുക്ക് ഇവിടെ ട്രേഡ് എടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് മാനേജ്മെന്റ് ചെയ്ത് സ്റ്റാഗ്ഡ് എൻട്രി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ രീതിയിൽ എൻട്രി എടുക്കാവുന്നതാണ്. നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും സെയിം മെത്തേഡാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക് എന്ന് പറയാൻ കഴിയുന്നത്. ദെൻ അബൌട്ട് ഫിൻ നിഫ്റ്റി സെയിം സിറ്റുവേഷൻ ആണ്. സി കണ്ടോ, സെയിം സിറ്റുവേഷൻ. നമുക്ക് ഈ ഒരു ആംഗുലർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. സി ഇവിടെ നമുക്കൊരു നല്ലൊരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് ഉണ്ട്. പെർഫെക്റ്റ്. സോ നമുക്ക് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം, ആൻഡ് വിൽ ബി ഹാവിംഗ് അവർ തേർഡ് ടാർഗറ്റ്. 3 ടാർഗറ്റ് ഉണ്ട്. ഇന്നലെ കീപ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് ടാർഗറ്റ്സ് ആയിട്ട് കീപ്പ് ചെയ്യാം. സോ ഇത് ഫ്ലാറ്റ് ആണെങ്കിലോ എപ്പോഴാണോ ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ എപ്പോഴാണോ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ ഫസ്റ്റ് ക്യാൻഡലിന്റെ ബേസിസിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണോ 90,700 ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഇതാണ് മേജർ ട്രെൻഡ് ലൈൻ ആണ്. ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാനാണ്. 90,700 ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ ഈ രീതിയിൽ സ്മൂത്ത് ആയിട്ട് മാർക്കറ്റിനെ നാളെ ഫേസ് ചെയ്യുക. പ്രശ്നമൊന്നുമില്ല. ഇന്ന് കൺസോളിഡേറ്റ് ചെയ്തു, ബയേഴ്സിന് ലോസസ് ജനറേറ്റ് ചെയ്ത ദിവസമാണ്. സോ ഡോണ്ട് വെറി. നാളെ നമുക്ക് മാർക്കറ്റിൽ ഒരു ഹ്യൂജ് റാലി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സീ യു ദെയർ ടുമോറോ ഓൺ ലൈവ് സെഷൻ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ നമുക്ക് ലൈവ് സെഷൻ ഉണ്ട്. അതിൽ കാണാവുന്നതാണ്. ബൈ.